ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു ചെറിയ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാമേ. എല്ലാവരും ഇത് കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റൊക്കെ ഇടണേ. നമ്മൾ ഇത്രയും ദിവസം ചെയ്ത പോലെയല്ലേ നമ്മളിതിൻ്റെ നമ്മളെവിടെയാണോ ഇപ്പം പൂവാണെങ്കിൽ പൂവിൻ്റെ ഇതളയിൽ, ഇപ്പോൾ റൗണ്ടാണെങ്കിൽ അതിൻ്റെ നടുക്കുന്ന് ഏകദേശം സെൻറ്റർ വരുന്ന പോലെ നമ്മൾ ഒരു നൂല് തന്നെ 2 പ്രാവശ്യം ഇതുപോലെ വെറുതെ ആഡ് ചെയ്ത് കൊടുക്കുവേ. കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട് ചെയ്തായിരുന്നു ബട്ടൺ ഹോൾ പോലെ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ചോട്ടിൽ നിന്ന് കുത്തി എടുക്കുമല്ലേ. ഇത് പക്ഷേ നമ്മൾ ഈ നൂലിനെ സപ്പോർട്ട് കൊടുക്കുന്നു മുഴുവനെ ബോർഡർ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഏകദേശം ആ ബോർഡർ വരുന്ന ഭാഗത്ത്, ചുറ്റി വരുന്ന ആ ഭാഗത്ത് സൂചിയും കൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കണം. ആ ഒരു നൂലിനെ മാത്രം ഈ സൂചിയെ കയറ്റിയിട്ടുണ്ട് ഞാൻ ചോട്ടിൽ നിന്ന് നടുക്കുന്നേ. കണ്ടായിരുന്നു, രണ്ടിനേടെ നടുക്കായിട്ടാണ് സൂചി അടിയിൽ നിന്ന് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിനെ ഒന്ന് കവർ ചെയ്ത് വെച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ബട്ടൺ ഹോൾ ചെയ്തപോലെ തന്നെ വലിച്ച് മേലോട്ട് അങ്ങ് ടൈറ്റ് ആക്കുവേ. ഒരുപാട് അങ്ങ് വലിച്ച് ടൈറ്റ് ആക്കണ്ട. കണ്ടോ ആ നൂല് മേലോട്ട് വരുന്നുണ്ട്, ആ നടുക്കത്തെ നൂല്. നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ ആ നൂല് കാണത്തില്ല, അവിടെ ആ സ്പേസ് മാത്രം വരും. അതിനകത്ത് നമുക്ക് മിറർ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് വലിയ ഈ ചെറിയ പൂക്കളോ അങ്ങനെയൊക്കെ വേറെ സെപ്പറേറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ വേറെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഇടാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവേ. ഇതാ മെതേഡ് തന്നെ ലാസ്റ്റ് വരെ ചെയ്താൽ മതിയേ. ഈ വശത്തെ നൂല് തീരുമ്പോൾ അങ്ങ് വശത്തോട്ട് തിരിച്ച് ചെയ്യുക. നമ്മൾ എന്ത് രീതിയിലാണ് വരച്ച് കൊടുക്കുന്നത്, അത് ഇപ്പം പിന്നെ ഒരൊറ്റ ഇതുള്ളെങ്കിൽ ഒരൊറ്റ ലൈൻ, ഒരൊറ്റ റൗണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ ഓവൽ ഷേപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഷേപ്പാണെങ്കിൽ ഒറ്റ പ്രാവശ്യം 2 പ്രാവശ്യം ഈ ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ. ഇതിപ്പോൾ ഓരോ പെറ്റലയിലും നമ്മൾ ഓരോ ഇതളേക്കടെയും നമ്മളിങ്ങനെ 2 പ്രാവശ്യം വെച്ച് ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ. ഇപ്പം ഒത്തിരി പേരൊന്നും വീഡിയോ കാണുന്നൊന്നുമില്ലേ. ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് പിന്നെ നമുക്കൊരു ആരും കണ്ടില്ലെങ്കിലും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് അത്രയും നമ്മൾ വേറെ ഒന്നും ഓർക്കത്തില്ല കേട്ടോ. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. പിന്നെ ഞാനിങ്ങനെ ചെയ്ത് ഇതിങ്ങനെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. അധികം ആൾക്കാർ കാണുന്നില്ല. ആദ്യമൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, ആദ്യം ഒരു വീഡിയോ മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ കമൻറ്റൊന്നും വരുന്നൊന്നുമില്ലേ. നിങ്ങൾ കമൻറ്റൊക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കാണെങ്കിലും എന്നും വരുമ്പോൾ എന്നോട് ചോദിക്കും, ഇന്നാരെങ്കിലും കമൻറ്റ് ഇട്ടോ എന്തെങ്കിലും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ അടുത്ത ഇത് വരുമ്പോൾ വീണ്ടും നമ്മൾ ഇത് തന്നെ ചെയ്യണേ. കണ്ടോ, അതുപോലെ തന്നെ അടുത്ത എന്നാ പറയുന്നത് എതിള് വരുമ്പം ഇതുപോലെ തന്നെ 2 പ്രാവശ്യം നടുക്കുന്ന് തന്നെ ഏകദേശം നടുക്ക് വരുന്ന പോലെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ട്, പിന്നെ ആ നടുക്കത്തെ നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്ന ആ നൂലിനെ സപ്പോർട്ട് ചെയ്ത് അതിനെ ആ സൈഡിൽ നിന്ന് ഏകദേശം ഒരേ സ്പേസിൽ തന്നെ കുത്തിയെടുക്കാൻ നോക്കണേ. എന്നാലും ആ നടുക്ക് ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു കർവ് പോലെ വരുന്ന ഭാഗം വരുമ്പോൾ വലിപ്പം കൂടുതൽ തോന്നുവേ. കാരണം ഞാൻ താഴെ ചെയ്തേക്കുന്നുണ്ട് ആ ബ്ലൂ കളർ, അതൊക്കെ ഞാൻ ഷോർട്ട് ഇട്ടായിരുന്നു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ അറിയാവുന്നവരും കാണും, അറിയത്തില്ലാത്തവരും കാണും. എന്നാലും ഒരേ രീതിയിൽ തന്നെ ഇതെല്ലാം ചെയ്യുന്ന വർക്കുകളെ നമുക്ക് ചുമ്മാ നേരം പോകും. പിന്നെ ഡ്രസ്സിലൊക്കെ ചെയ്ത് വെച്ചാൽ നല്ലതാട്ടോ. അതിൻ്റെ അകത്തൊക്കെ മിററൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ്. പിന്നെ സ്റ്റോണൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അലക്കുമ്പോഴൊക്കെ പോകുമെന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, ഞാൻ ഈ 4 കവർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് വരച്ചതേ. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ വെച്ച് കണ്ടപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി നമ്മുടെ ഈ തണ്ടും അതിൻ്റെ ആ ചോട്ടിലെ ആ ബൾബ് പോലത്തെ ആ ഭാഗമൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചേ. അപ്പോൾ അങ്ങനെ ചെയ്യാവേ. അതിനുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ എന്നാ പറയുന്നത് ആ ഫ്ലവറിൻ്റെയൊക്കെ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഒരെണ്ണം ചെയ്താൽ മതി. ഫ്ലവർ ചെയ്തപ്പോഴത്തേനും കണ്ടോ, നമ്മൾ അന്ന് ചെയ്ത പോലെ തന്നെ ചോട്ടിൽ നിന്ന് തന്നെ കുത്തിയെടുത്തേച്ച് ഒരു ഇച്ചിരി ഭാഗം കുത്തിയെടുക്കാവുള്ളൂ. ഗ്രീൻ കളറായി ഈ പ്രാവശ്യം നമ്മളെടുത്തത്, ഡാർക്ക് ഗ്രീനെ കണ്ടോ. എന്നിട്ട് അതങ്ങോട്ട് വലിച്ചങ്ങോട്ട് കൊടുത്താൽ മതി. നമ്മൾ അന്ന് ചെയ്തിട്ട് ഇനി അതിൻ്റെ ചോട്ടി കുത്തിയിട്ട് മേലെ ഇപ്പോൾ തീർന്ന ഭാഗത്ത് ആ നൂലിൻ്റെ പുറത്തുനിന്ന് കുത്തിയിട്ട്, കണ്ടിട്ടില്ലാത്തവർക്കാണ് ചുറ്റിയേച്ച് താഴോട്ട് വലിക്കുമ്പോൾ അതവിടെ ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇനി നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും അന്ന് നമ്മൾ ഫ്ലവർ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് സ്പേസ് വരുന്നുണ്ടല്ലോ. ആ സ്പേസ് വരുമ്പം നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നൊന്നും അല്ലല്ലോ. അന്നേരം റെക്കോർഡ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ചെയ്യുന്നൊന്നും അല്ലല്ലോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി റെക്കോർഡ് വേറെ വിചാരിക്കില്ലേ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്തെ ആ വൈറ്റ് ആ സ്പേസ് വരുന്നതിൻ്റെ അകത്തോട്ട് നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ അറിയാം, ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സ്പേസ് വരും. അന്നേരം വീണ്ടും ആ ഗ്രീൻ ഒറ്റ പ്രാവശ്യം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, താഴോട്ട് കുത്തി തന്നെ. അന്നേരം ആ ഗ്രീൻ അവിടെ ആ വൈറ്റ് അവിടെ മറിഞ്ഞിരുന്നോളുവേ. നമ്മൾ ചെയ്യുന്ന വർക്ക് ഭംഗിയായിട്ട് ഇരിക്കുക എന്നുള്ളതാവുള്ളൂ. പക്ഷേ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യരുതേ. പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷനൊന്നും ഇല്ലെങ്കിൽ പെൻസിലൊക്കെ എടുത്ത് വരച്ചിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പരമാവധി ഇപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ തണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. തണ്ട് ഈ പ്രാവശ്യത്തെ തണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റെമ്മ് തന്നെയാണ് ചെയ്യുന്നത്. ഇത് മേലേന്ന് താഴോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, പൊക്കത്തിൽ നിന്ന് കുത്തിയിട്ട് അതും ചേർത്ത് തന്നെ കുത്താൻ നോക്കണം. ഇല്ലെങ്കിൽ അത് ഇങ്ങനെ എന്നാ പറയുന്നത് ഒരു ബന്ധമില്ലാത്ത അനാഥനെ പോലെ കിടക്കും. അങ്ങനെ വരില്ലേ.
കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് തന്നെ കുത്തിയിട്ട് അതിൻ്റെ ചുവട്ടിലൊന്ന് വരച്ച് കൊടുത്തേ ചെയ്യുമായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പിന്നെ പാടായിരിക്കും. അതിൻ്റെ ചുവട്ടിലോട്ട് തന്നെ വലിച്ചിറക്കുക. ഇനി ഈ സൂചിയുടെ ചുവടിന് ഇച്ചിരി വണ്ണമുണ്ട്, ഈ നൂല് ഒരു കഴിനൂല് കയറണമല്ലോ, അങ്ങനെ പറ്റുന്ന കേട്ടോ ഈ വലിക്കുമ്പോഴൊക്കെ പോരാൻ പാട് വരുന്നത്. എന്നിട്ട് അതിൻ്റെ ഇപ്പം നമ്മൾ കുത്തിയില്ലേ, ആ വലിച്ചതിൻ്റെ ചോട്ടിലല്ല, അതിൻ്റെ ആദ്യമേ കുത്തിയെടുത്ത ഭാഗം ഉണ്ടല്ലോ, ഇപ്പം കാണുമ്പോൾ അറിയാമല്ലോ, അവിടെ നിന്ന് വേണം വലിക്കാൻ. അല്ലാണ്ട് നമ്മൾ തീർന്ന ഭാഗത്തു നിന്നല്ല വലിക്കുന്നത്, നമ്മൾ കുത്തി ഇറക്കി ആ ഭാഗത്തു നിന്നല്ല, താഴോട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വളച്ച തണ്ട വേണ്ടെങ്കിൽ വളഞ്ഞ്, ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടല്ലല്ലോ പകുതി പൂവിൻ്റെയൊക്കെ തണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. നല്ല നീറ്റായിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാനും പറ്റും. എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം തന്നെ ഉണ്ടല്ലോ, മാക്സിമം ആദ്യം ചെയ്ത വർക്കിനോട് ചേർത്ത് ചെയ്യാൻ നോക്കണം, ഇല്ലെങ്കിൽ അത് മാറിക്കിടക്കും, ഒരു ബന്ധമില്ലാത്ത പോലെ ഇരിക്കും. നമ്മൾ അന്ന് ബട്ടർഫ്ലൈ ഒക്കെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ തണ്ട് മേലെ അതിൻ്റെ കൊമ്പ് ചേർന്നിരിക്കണം കണ്ടോ. ഇതിൻ്റെ അടിയിൽ നിന്ന് ചെരിച്ച് ഒരു പകുതി വെച്ച് കുത്തിയിരിക്കണം. ചോട്ടിൽ നിന്ന് കുത്തിയ ഇച്ചിരി തിക്കായിട്ടിരിക്കുവേ, ആദ്യത്തെ കുത്തിയ മേലേന്ന് കുത്തിയ ചോട്ടിൽ. ഞാൻ മനസ്സിലാകാൻ ആരെങ്കിലും ഉണ്ടെന്ന് ഓർത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്. ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലേ, കൂടുതലും ഇച്ചിരി പ്രായമായവരെയൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, എന്നല്ലെങ്കിൽ ഓരോരോ വിചാരങ്ങൾ മനസ്സിലോട്ട് വരും. പിന്നെ എൻ്റെ കൈ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ കൈ എന്നെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഓരോരുത്തരൊക്കെ ചോദിക്കും. നമ്മളിങ്ങനെ മുഖമൊന്നും കാണിച്ച് ഇങ്ങനെ സംസാരിക്കുന്നില്ലെങ്കിലും ഗോവിന്ദിൻ്റെ അമ്മയല്ലേ എന്നല്ലേ കുറേ പേരൊക്കെ ചോദിക്കും. അവനെ എല്ലാവരും അറിയുമല്ലോ, ഗോവിന്ദ് വിനോദ് വ്ളോഗ്സിൽ. അപ്പോൾ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കാം. അന്നേരം ഞങ്ങളുടെ ഒന്നും പ്രായമില്ലല്ലോ, എന്നെ കൈ ഇങ്ങനെയെന്നൊക്കെ. അത് ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. നമ്മൾ ഇവിടെയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ വീട്ടിലെ എല്ലാ ജോലികളും ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. സിമെൻറ്റിൻ്റെ ആണെങ്കിലും ഇപ്പം റബ്ബർ പാലം ഉറയ്ക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കൈ ഇങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ വരുന്നവർക്ക് അങ്ങനെ വരുന്നതാണേ. ഇപ്പോഴാണ് നമ്മളെന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിക്കാറില്ല നമ്മൾ, വേറെ അങ്ങനെയൊക്കെ പറ്റി. ഇനിയിപ്പോൾ അതിന് നടുക്ക് ഇങ്ങനെ വേറെ കളർ ആഡ് ചെയ്ത് കൊടുക്കണേ, അന്നേരം ഒരു റെഡ് കണ്ടോ. ഇപ്പോൾ ഇത്രയും ഭാഗം തന്നെ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്താൽ തന്നെ ഒരു ഭംഗിയാണ് കണ്ടോ. ഇത്രയും ഭാഗങ്ങൾ മാത്രം. ഇതും ഞാൻ ആദ്യം ചെയ്തത് ആ സ്റ്റിച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്, ആ ഫ്ലവറിൻ്റെ ഒരു ലീഫ്. പിന്നെ ഈ പറഞ്ഞാൽ അനാഥനായിട്ട് കിടക്കണം, നമുക്ക് 4 വശത്തുനിന്ന് ഒരു ചെറുതായിട്ട് റെഡ് കൊണ്ട് തന്നെ വരച്ചേക്കാം. അപ്പോൾ അത് ആ പൂവിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇരിക്കുമല്ലോ. ആരെങ്കിലുമൊക്കെ താല്പര്യമുള്ളവർ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ഈ വർഷം ഇന്ന് തീരുമല്ലേ, പുതിയ വർഷം എല്ലാവർക്കും ഒരുപാട് സന്തോഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ. സന്തോഷവും സമാധാനവും ആയുസ്സും ആരോഗ്യവും ഒക്കെ കിട്ടി ഒത്തിരി സമ്പത്തും ഒക്കെ ഉണ്ടാകട്ടെ. എല്ലാ മനുഷ്യരും ഹാപ്പി ആയിട്ടിരിക്കുക. ഉണ്ടോ, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും. ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യുകയും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. ഇനി കാണുന്ന ഇത് ഞാൻ ഇതുപോലെയൊക്കെ തന്നെ ചെയ്താൽ കേട്ടോ. നല്ലപോലെ കണ്ണൊക്കെ വരച്ചിട്ട് ചെയ്താൽ ശരിയായി. ഇത് ഞാൻ ചെയ്തത് ശരിയായില്ലേ. അപ്പോൾ ഇതിനോട് സാമ്യമുള്ളതാണ് ബട്ടൺ ഹോള്. അപ്പം നാളെ കാണാം കേട്ടോ. ബൈ.